ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ട്രേഡ് മാർക്കാണ്. ഇന്ത്യൻ ട്രേഡ് മാർക്ക് ആക്ട് 1999 സെക്ഷൻ 34. ഇത് പറയാൻ കാര്യം, ഇന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായി. ഒരു ടെമ്പററി ഓർഡറാണ്. അതായത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ബ്രാൻഡാണ് അമേരിക്കൻ ബേസ്ഡ് ഫുഡ് കമ്പനി ബർഗർ കിങ്. ഈ ബർഗർ കിങ്ങിൻ്റെ ലോഗോ കഴിഞ്ഞ 10-30 വർഷമായിട്ട് മഹാരാഷ്ട്രയിലുള്ള ഒരു ഹോട്ടൽ യൂസ് ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. ഇത് തിരിച്ചറിയുന്ന ബർഗർ കിങ് ഇവർക്കെതിരെ കേസിന് പോകുന്നു. മഹാരാഷ്ട്ര ഹൈക്കോടതി ഈ ഫാമിലി ഓൺഡ് റെസ്റ്റോറൻറ്റിനോട് ഇനി ഈ പേര് ഉപയോഗിക്കല്ലേ, ഇത് ബർഗർ കിങ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബ്രാൻഡ് നെയിമാണെന്ന് പറയുന്നു. പക്ഷേ ആ ഫാമിലി സുപ്രീം കോടതി ചെല്ലുന്നു. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ആ ഫാമിലിക്ക് അനുകൂലമായിട്ട് ഉത്തരവ് കിട്ടുന്നു. നിങ്ങൾ ആ ലോഗോ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ടെമ്പററിയാണ് അൺടിൽ ഹൈക്കോടതിയുടെ പ്രൊസീഡിങ്സ് തീരുന്നവരെ. ഇത് കേൾക്കുന്ന ആർക്കും ഒരു സ്വാഭാവിക ഡൗട്ട് തോന്നാം. മൾട്ടിനാഷണൽ കമ്പനിയുടെ പേരിൽ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇന്ത്യയിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലോഗോ എങ്ങനെയാണ് ഒരു ഫാമിലി ബേസ്ഡ് റെസ്റ്റോറൻറ്റ് ഉപയോഗിച്ചോളാൻ സുപ്രീം കോടതി പറയുന്നത്? എന്ത് ലോജിക്കാണ് അതിലുള്ളത്? ലോജിക്കുണ്ട്. ഇന്ത്യൻ ട്രേഡ് മാർക്ക് ആക്ട് സെക്ഷൻ 34 പ്രകാരം പ്രയർ ടു യൂസർ പ്രൊട്ടക്ഷൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ, അമേരിക്കൻ ബേസ്ഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് 1970-ലാണ് അമേരിക്കയിൽ അവരുടെ ട്രേഡ് മാർക്ക്. പക്ഷേ അവർ ബിസിനസ് ഇന്ത്യയിൽ തുടങ്ങുന്നത് 2014-ലാണ്, രജിസ്റ്റർ ചെയ്യുന്നത് 2014-ലാണ്. പക്ഷേ ഈ പറയുന്ന പൂനെ ബേസ്ഡ് ഫാമിലി ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങിയത് 1981-ലാണ്. അതായത് ഈ അമേരിക്കൻ കമ്പനി ഇന്ത്യ വരുന്നതിന് മുമ്പ് തന്നെ ഇതേ പേരിൽ അവരുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രയർ ടു യൂസർ പ്രൊട്ടക്ഷൻ, ആദ്യമേ ഇത് ഉപയോഗിച്ചവന് പ്രൊട്ടക്ഷൻ എന്ന സെക്ഷൻ മുൻഗണന നൽകി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചു. ആ ഫാമിലിക്ക് ആ ടൈറ്റിൽ യൂസ് ചെയ്യാം അവരുടെ ബിസിനസ്സിന് അൺടിൽ ഹൈക്കോടതി കേസ് തീർക്കുന്നവരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നാം, അമേരിക്കയിൽ ഈ കമ്പനി ഇത് രജിസ്റ്റർ ചെയ്തതല്ലേ, വേൾഡ് വൈഡ് ആപ്ലിക്കേഷൻ ഇല്ലേ എന്ന്. അത് ട്രേഡ് മാർക്ക് നിയമത്തിൻ്റെ കാര്യത്തിൽ വരുന്നതാണ്. ബേസിക്കലി ട്രേഡ് മാർക്കിന് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനാണ്. ഓരോ രാജ്യത്തും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്താലേ ട്രേഡ് മാർക്ക് നമ്മുടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു സിംഗിൾ ആപ്ലിക്കേഷനിൽ മാഡ്രിഡ് പ്രോട്ടോകോൾ പ്രകാരം വിപ്രോ ത്രൂ ഒരു പ്രൊസീജിങ്സ് ഉണ്ട്. അതായത് വിപ്രോയിൽ മാഡ്രിഡ് പ്രോട്ടോകോൾ അതൊരു ട്രീറ്റിയാണ്. അത് പ്രകാരം നമ്മളൊരു സിംഗിൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് വിപ്രോയിൽ അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഒറ്റയടിക്ക് നമ്മുടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി അന്ന് 2014 ബർഗർ കിങ് അത് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ലീഗൽ ഡിസ്പ്യൂട്ട് അന്ന് വന്നത്. ബട്ട് സെക്ഷൻ 34 പ്രകാരം ഒരു ചെറുകിട വ്യവസായിക്ക്, ഒരു ഹോട്ടൽ ഉടമയ്ക്ക് മൾട്ടിനാഷണൽ കമ്പനിയോട് പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ പല ചെറുപ്പക്കാരും സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ നല്ല രീതിയിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ബ്രാൻഡൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴായിരിക്കും അത് തൻ്റേതാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നെയിം തങ്ങൾ മുന്നേ യൂസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനികളോ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരെക്കാട്ടിൽ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉള്ള മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസികളോ അത് ടേക്ക് ഓവർ ചെയ്യാൻ വരുന്നത്. സോ അങ്ങനെ ഒരു ലീഗൽ ഡിസ്പ്യൂട്ടിൽ പെട്ട് ബിസിനസ് തകർന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സോ അവർക്കൊക്കെ ഇനിയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസിഷനാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള സെക്ഷൻ 34 പ്രകാരമുള്ള ഈ ഒരു വിധി, പ്രയർ ടു യൂസർ പ്രൊട്ടക്ഷൻ. ഇത് ഇനിയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സ്വന്തമായിട്ട് ബ്രാൻഡൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞത്. ദാറ്റ്സ് ഇറ്റ്. ടേക്ക് കെയർ.